ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ്. നമ്മുടെ ഫേസിലുണ്ടാവുന്ന മുഖക്കുരു വന്നു പോയിട്ടുണ്ടാവുന്ന തഴമ്പുകൾ, കറുത്ത പാടുകൾ എന്നിവയെല്ലാം നീക്കി നമ്മുടെ ചർമ്മത്തെ ഒരു 2-3 ഷെയ്ഡ്സ് കളർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള നാച്ചുറൽ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ മുൾട്ടാണി മിട്ടി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. ക്രീം എന്ന് പറയുമ്പോൾ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ലീവ് ചെയ്യുന്ന ഒരു കാര്യമല്ല, നമ്മളിത് ഫേസ് പാക്ക് പോലെ വേണം ഉപയോഗിക്കാനായിട്ട്. സാധാരണ ഒരു ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ എടുത്ത് അത് അപ്പം ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണല്ലേ. പക്ഷെ നമ്മളിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണിത്. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു മുൾട്ടാണി മിട്ടി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കി എടുത്തതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുൾട്ടാണി മിട്ടി തന്നെയാണ്. അത് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ റൈസ് പൗഡറാണ്, അരിപ്പൊടി. അത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ പുട്ട് അതുപോലത്തെ നൂൽപുട്ട് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പൊടിയില്ലേ, ആ ഒരു റൈസ് പൗഡർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് പച്ചപ്പാലാണ്. അതിപ്പോൾ പശുവിൻ പാലായാലും കുഴപ്പമില്ല, പാക്കറ്റ് പാലായാലും കുഴപ്പമില്ല, അതൊരല്പം ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ കുടിക്കാനും ഉപയോഗിക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിന് പകരം നമുക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാല്, ഇപ്പോൾ ഞാൻ ഇതിന് മുന്നേ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാല് പിടിക്കാത്ത ആൾക്കാർ, ഫേസിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നമുക്ക് മോരും വെള്ളം ഉപയോഗിക്കാം. തൈര് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത്. തൈരിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അത് മോരും വെള്ളം ആക്കുക. എന്നിട്ട് ആ ഒരു മോരും വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആക്കരുത്. നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് കുറുക്കിക്കൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളം പോലെ ആക്കരുത്. വെള്ളം ആക്കുന്നതോടെ നമുക്ക് ഒരുപാട് നേരിട്ട് കുറുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് ഞാനിപ്പോൾ കാണിക്കുന്ന അളവിൽ കുറേശ്ശെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിക്ക് മിക്സായി വന്നതിന് ശേഷം നമുക്കിതൊരു അടുപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. കാരണം നമ്മളിതിനകത്തേക്ക് റൈസ് പൗഡർ, മുൾട്ടാണി മിട്ടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് അതിൻ്റെ തരിതരിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് അരിച്ചു മാറ്റുന്നുണ്ട്. കണ്ടല്ലോ, നല്ല രീതിക്ക് ഒന്ന് അരിച്ചു മാറ്റി കൊണ്ടുവരാം. അരിച്ചു മാറ്റിയതിന് ശേഷം കണ്ടല്ലോ അതിൻ്റെ ആ ഒരു പിശട് കണ്ടല്ലോ, നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന റൈസ് പൗഡറിൻ്റെയും മുൾട്ടാണി മിട്ടി കംപ്ലീറ്റ് നല്ലൊരു പൗഡർ ഫോമിലായിരിക്കും. പക്ഷെ നമ്മുടെ റൈസ് പൗഡർ എന്ന് പറയുമ്പോൾ ചെറിയ രീതിക്ക് ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ബാക്കി ആ ഒരു പിശടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ മുഴുവനായിട്ട് അതങ്ങ് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഗ്യാസ് ഓൺ ആക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതങ്ങ് വെക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അതുപോലെ നമ്മളിത് കുറുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നന്നായിട്ട് ഇത് കുറുക്കി നല്ല കട്ടിയിൽ വേണമെന്നും പറഞ്ഞിട്ട് ഒത്തിരി അങ്ങ് കട്ടിയാക്കി കഴിയുമ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്കൊരു 2 ദിവസമൊക്കെ ചിലപ്പോൾ നല്ല രീതിക്കായിരിക്കും ഇരിക്കും. ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോൾ ഇത് വല്ല അപ്പക്കട്ട പോലെ അങ്ങ് ആവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുറുക്കുന്ന ആ ഒരു സ്റ്റേജും കൂടി നിങ്ങളോട് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒത്തിരി അങ്ങ് കുറുക്കുന്നില്ല, ചെറിയ രീതിക്ക് മാത്രമേ കുറുക്കി കൊണ്ടുവരുന്നുള്ളൂ. ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടാണ് ഞാനത് കുറുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചും ആ ലൂസായിട്ട് തന്നെ നമുക്ക് ഇരിക്കും, അപ്പം കട്ടി പോലെ ആവില്ല. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ കുറുക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ഇളക്കുന്നത് നിർത്തരുത് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മുടെ പാത്രം ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കുക. നമുക്ക് ആ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് ആവുന്നവരെ ആ ഒരു ക്രീം അല്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് തണുത്ത് വരുന്നവരേക്കും നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കുക. തണുത്ത് വന്നതിന് ശേഷം ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുക്കുക. വെള്ളമൊന്നും ആവാത്ത നല്ല ക്ലീൻ ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൂട്ട് അതിനകത്തേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഡ്രൈ സ്കിന്നുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓയിൽസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ആലോവേറ ജെല്ലും ആഡ് ചെയ്യാം. ഇത് നമുക്ക് നോർമൽ സ്കിന്നുകാർക്കും അതുപോലെ ഓയിൽ സ്കിൻ ടൈപ്പുകാർക്കും പറ്റിയിട്ടുള്ള രീതിയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആലോവേറ ജെല്ലും ഓയിലും മസ്റ്റായിട്ടും ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നമ്മളിത് ഒരു ബോട്ടിനകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കട്ടിയിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരു 20-25 മിനിറ്റ് വരെ നമുക്കിത് വെക്കാം ഫേസിൽ. ഒത്തിരി ഡ്രൈ ആക്കാൻ നിൽക്കരുത്. ചെറിയ രീതിക്ക് ഡ്രൈ ആവുന്നു തോന്നുമ്പോൾ നമുക്കിത് കഴിക്കണം. 30 മിനിറ്റിൽ കൂടുതൽ ആരും തന്നെ ഉപയോഗിക്കരുത്. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ ഉപയോഗിക്കുക. ഡ്രൈ ആവുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കത് കഴിക്കളയാം കേട്ടോ.
അപ്പോൾ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഡേ ടൈമിൽ അപ്ലൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്യാം. രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങിയാലും മതി കേട്ടോ. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സോപ്പോ വേറെ ഒന്നും ഉപയോഗിച്ച് ഫേസ് ഒന്നും കഴുകാൻ പാടില്ല. ഈ ഒരു പാക്കിൻ്റെ ആ ഒരു ഗുണം നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് നല്ല ഏതൊരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ നമ്മുടെ ഫേസ് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് തുടച്ചു കൊണ്ടുവരാം കേട്ടോ. കാരണം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഫേസ് പാക്കിൻ്റെ ചെറിയ രീതിക്കെങ്കിലും അംശം നമ്മുടെ ഫേസിലുണ്ടാവും. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടും കഴുകി കളയണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളഞ്ഞാലും മതിയാകും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു 1 വീക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിലൊരു ആ ഒരു ബ്രൈറ്റ്നസ്, ആ ഒരു ലൈറ്റനിങ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുൾട്ടാനി മിറ്റിയുടെ ക്രീം ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 4 to 5 ഡേയ്സ് മാത്രം നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ വരും ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ മാത്രം അങ്ങ് ഉപയോഗിച്ച് വരിക കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നിങ്ങളുടെ ഫേസിൽ നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.